ഹായ് സ്റ്റുഡൻസ്, V4U മലയാളം അക്കാദമിയിലേക്ക് വീണ്ടും സ്വാഗതം. 2019-20 അധ്യയന വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് സെമസ്റ്റർ മലയാളം BA BSc സെക്കൻഡ് സെമസ്റ്റർ മലയാളത്തിൻ്റെ രുക്മിണി സ്വയംവരം എന്ന കവിതയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ പ്രസ്ഥാനത്തെക്കുറിച്ച് ഒരു ചെറിയ വിവരണം മാത്രം നൽകുകയാണ് ഈ പാഠത്തിലൂടെ അല്ലെങ്കിൽ ഈ ഭാഗത്തിലൂടെ. അപ്പോൾ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തുള്ളൽ പ്രസ്ഥാനത്തെക്കുറിച്ച് ഐതിഹ്യം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു വെച്ചു, വീണ്ടും ആവർത്തിക്കുന്നില്ല. തുള്ളൽ 3 വിധമാണ്: ഓട്ടംതുള്ളൽ, പറയൻതുള്ളൽ, ശീതങ്കൻ തുള്ളൽ. ശ്രദ്ധിക്കണം, തുള്ളൽ 3 വിധം: ഓട്ടംതുള്ളൽ, പറയൻതുള്ളൽ, ശീതങ്കൻ തുള്ളൽ. ഓട്ടംതുള്ളലിന് ഓട്ടംതുള്ളൽ എന്നാണ് പരാമർശിച്ചു പോരുന്നതെങ്കിലും ഓടിക്കൊണ്ടിരിക്കുന്ന തുള്ളൽ എന്ന അർത്ഥത്തിൽ ഓട്ടംതുള്ളൽ തന്നെയാണ് ശരിയായ രൂപം. വീണ്ടും ഇതിൻ്റെ ചമയങ്ങളിലൂടെ പോകാം. മുഖത്ത് പച്ച മനയോല തേച്ച് കണ്ണും പുരികവും എഴുതി കുരലാരം, കഴുത്താരം, ഹസ്തക കടകം, തോൾക്കൂട്ട് മുതലായ മെയ്യാഭരണങ്ങളും കാലിൽ കച്ചമണിയും കെട്ടി പച്ചമുണ്ടുമുടുത്ത് കൊണ്ടക്കെട്ടും കെട്ടി കിരീടവും അണിഞ്ഞാൽ ഓട്ടംതുള്ളലിൻ്റെ വേഷമായി. അപ്പം 3 തുള്ളൽ പ്രസ്ഥാനത്തിൽ 3 തരം തുള്ളലുണ്ട്. ഓട്ടംതുള്ളലിൻ്റെ വേഷവിധാനമാണ് ഞാൻ പറഞ്ഞത്. മുഖത്ത് പച്ച മനയോല തേച്ച് കണ്ണും പുരികവും എഴുതി കുരലാരം, കഴുത്താരം, ഹസ്തഘടകം, തോൾക്കൂട്ട് മുതലായ മെയ്യാഭരണങ്ങളും കാലിൽ കച്ചമണിയും കെട്ടി പച്ചമുണ്ടുടുത്ത് കൊണ്ടക്കെട്ടും കെട്ടി കിരീടവും വെച്ചാൽ ഓട്ടംതുള്ളലിൻ്റെ വേഷമായി. അടുത്തത് ശീതങ്കൻ തുള്ളലാണ്. കുട്ടനാട്ടിലെ പുലയന്മാർക്കിടയിൽ ഉള്ള ഒരു പേരാണ് ശീതങ്കൻ. അതുകൊണ്ട് ആ ജാതിക്കാരുടെ തുള്ളലായിട്ടായിരിക്കാം നമ്പ്യാർ ഈ തുള്ളലിന് ശീതങ്കൻ തുള്ളലെന്ന് പേരിട്ടത്. ശീതങ്കൻ തുള്ളലിൻ്റെ വേഷം ഇങ്ങനെയാണ്: മുഖത്ത് മഞ്ഞ പൗഡർ കൊണ്ട് മിനുക്കിട്ട് കണ്ണും പുരികവും എഴുതി ചുണ്ടിൽ ചായം തേച്ച് കുരുത്തോല കൊണ്ടുള്ള മെയ്യാഭരണങ്ങൾ അണിഞ്ഞ് ശരീരത്തിൽ കളഭം പൂശി ശീതങ്കൻ തുള്ളലിന് വേണ്ടി ഒരുങ്ങും. കൈപ്പടത്തിൻ്റെ വീതിയുള്ള വെള്ളത്തുണി നീളത്തിൽ തുന്നിയ കച്ച കൊണ്ടുടുത്ത് കാലിൽ കൊച്ചു മണി അണിഞ്ഞ് തലയിൽ കറുത്ത തുണി കൊണ്ട് കെട്ടിയ കൊണ്ടയും കൂടി ആയാൽ, അപ്പോൾ തലയിൽ ഒരു കറുത്ത തുണിയും കൂടെ കെട്ടിയാൽ ശീതങ്കൻ തുള്ളലിൻ്റെ വേഷം മുഴുവനുമായി. അടുത്തത് പറയൻ തുള്ളലാണ്. പറയ ജാതിയുടെ പേരിൽ നമ്പ്യാർ രചിച്ച തുള്ളലാണ് പറയൻ തുള്ളൽ. മുഖത്തും ശരീരത്തിലും ഭസ്മം പൂശി കണ്ണും പുരികവും എഴുതി തലയിൽ കുത്തനെയുള്ള കൊണ്ട കെട്ടി അതിൽ രുദ്രാക്ഷമാല അണിഞ്ഞ് കഴുത്താരമിട്ട് എന്ന് പറഞ്ഞാൽ കഴുത്തിൽ മാലയിട്ട് എന്ന് തന്നെയാണ്. കുരലാരമിട്ടെന്ന് പറഞ്ഞാൽ കമ്മലിട്ടെന്നൊക്കെയാണ്. അപ്പോൾ കഴുത്തിൽ മാലയിട്ട് കഴുത്താരമിട്ട് അലക്കിയ പാവമുണ്ടുമുടുത്ത് അതിനു മീതെ ഒരു പട്ടുതുണി ചുറ്റി വലത്തെ കാലിൽ ഒരു ചിലമ്പം കെട്ടിയാണ് പറയൻ തുള്ളലിന് വേണ്ടി ഒരുങ്ങുന്നത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ 3 തുള്ളലും തുള്ളലിൻ്റെ പ്രധാന വേഷരീതികളും. ഇനി അദ്ദേഹം എഴുതിയ ഓട്ടം തുള്ളലുകൾ കൃതിയെക്കുറിച്ച് ഞാൻ സംസാരിച്ചിരുന്നില്ല, ശ്രദ്ധിക്കുക. അപ്പോൾ കൃതികൾ ഇതൊക്കെയാണ്: സ്യമന്തകം, ഘോഷയാത്ര, നളചരിതം, കിരാതം, കാർത്തവീര്യാർജുന വിജയം, രുക്മിണി സ്വയംവരം, പ്രദോഷമാഹാത്മ്യം, രാമാനുചരിതം, ബാണയുദ്ധം, പാത്രചരിതം, സീതാ സ്വയംവരം, ലീലാവതി ചരിതം, അഹല്യമോക്ഷം, രാവണോത്ഭവം, ചന്ദ്രാംഗത ചരിതം. ശ്രദ്ധിക്കുക, ഇത് രണ്ടും കൂടെ ഒന്നാണ്. ചന്ദ്രാംഗത ചരിതം, നിവാദ കവച കാലകേയവധം, ഭഗവതം, സന്താനഗോപാലം, ബാലി വിജയം, സത്യാസ്വയംവരം, ഗോവർദ്ധന ചരിതം. ഇത്രയുമാണ് അദ്ദേഹം എഴുതിയ ഓട്ടംതുള്ളലുകൾ. ശീതങ്കൻ തുള്ളലുകൾ ഇതൊക്കെയാണ്: കല്യാണ സൗഗന്ധികം, ലൗണ്ട്രകവധം, ഹനുമതുത്ഭവം, ധ്രുവചരിതം, ഹരിണി സ്വയംവരം, കൃഷ്ണലീല, നൃഗമോഷം, ഗണപതി പ്രാതൽ, ബാലുത്ഭവം. അപ്പം ശീതങ്കൻ തുള്ളലുകൾ ഇതൊക്കെ. കല്യാണ സൗഗന്ധികം, ചോദ്യം ഇങ്ങനെ വരും: കല്യാണ സൗഗന്ധികം എന്ന തുള്ളൽ ഏത് തുള്ളൽ പ്രസ്ഥാനത്തിൽ വരുന്നതാണ്? അങ്ങനെയാണ് ചോദ്യം വരിക. ശീതങ്കൻ തുള്ളൽ. കല്യാണ സൗഗന്ധികം ഏതാ? ശീതങ്കൻ തുള്ളൽ. ലൗണ്ട്രകവധം, ഹനുമതുത്ഭവം, ധ്രുവചരിതം, ഹരിണീ സ്വയംവരം, കൃഷ്ണലീല, നൃഗമോഷം, ഗണപതി പ്രാതൽ, ബാലുത്ഭവം. ഇത്രയുമാണ് അദ്ദേഹത്തിൻ്റെ ശീതങ്കൻ തുള്ളൽ. പറയൻ തുള്ളലുകൾ: സഭാപ്രവേശം, പുളിന്തിമോഷം, ദക്ഷയാഗം, കീചകവധം, സുന്ദരോപാഖ്യാനം,
നാളയണീചരിതം, ത്രിപുരദഹനം, കുംഭകർണവധം, ഹരിശ്ചന്ദ്ര ചരിതം. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പറയൻ തുള്ളലുമായി ബന്ധപ്പെട്ട കൃതികൾ. ഇതെല്ലാം പുറമെ ശ്രീകൃഷ്ണ ചരിത മണിപ്രവാളം, രുക്മാംഗചരിതം കിളിപ്പാട്ട്, പഞ്ചതന്ത്രം കിളിപ്പാട്ട്, നളചരിതം കിളിപ്പാട്ട് തുടങ്ങിയ കുറച്ച് കിളിപ്പാട്ടുകളും കൂടി നമ്പ്യാരുടേതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ശ്രദ്ധിക്കുക. ശരിക്കും ക്ഷേത്രകലകളാണ് രണ്ടും, തുള്ളലും കൂത്തും. ഇവ തമ്മിൽ ബന്ധമുണ്ട്. തുള്ളലിന് കൂത്തിനോട് കൂടുതൽ അടുപ്പമുണ്ട്. രണ്ടിലും വിഷയം പുരാണ കൃതികൾ തന്നെയാണ്, അല്ലെങ്കിൽ പുരാണ കഥകളാണ്. തുള്ളലും കൂത്തും തമ്മിലുള്ള ബന്ധം കുറിച്ചാണ് പറയുന്നത്. ഇത് നിങ്ങൾക്ക് സംശയം തോന്നിയേക്കാം. തുള്ളലും കേട്ടിട്ടുണ്ട്, കൂത്തും കേട്ടിട്ടുണ്ട്. ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദ്യം വരില്ല, എങ്കിലും നമുക്ക് ശ്രദ്ധിച്ചിരിക്കാം. തുള്ളലിന് കൂത്തിനോട് കൂടുതൽ അടുപ്പമുണ്ട്. രണ്ടിലും വിഷയം പുരാണ കഥകൾ തന്നെയാണ്. ചാക്യാന്മാരുടെ കഥനകഥയാണ് തുള്ളൽ. അപ്പോൾ ശ്രദ്ധിക്കുക, ചാക്യാന്മാരുടെ കഥനകഥാ സമ്പ്രദായമാണ്. ഞാൻ പറഞ്ഞതിലൊരു തെറ്റ് വന്നു. ചാക്യാന്മാരുടെ കഥനകഥയല്ല, കഥന സമ്പ്രദായം എന്ന് വെച്ചാൽ പറച്ചിൽ സമ്പ്രദായം ആണെന്ത് തുള്ളൽ. അപ്പോൾ ചാക്യാന്മാർ അവരുടെ കഥ പറയുന്ന രീതിയാണെന്ത് കഥന സമ്പ്രദായമാണ് തുള്ളൽ. രണ്ടിനും ഉപാഖ്യാനങ്ങളൊക്കെയുണ്ട്. കൂത്തിനും തുള്ളലിനും ചുറ്റുപാട് നടമാടുന്ന കാര്യങ്ങൾ തന്നെയാണ് വിമർശിക്കുക. ചാക്യാർ കൂത്തിനെ വെല്ലുന്ന തരത്തിലുള്ള പരിഹാസവും ഹാസ്യവും തുള്ളലിൽ നമുക്ക് കാണാം. അപ്പം ചാക്യാർ കൂത്ത് അവതരിപ്പിച്ചുകൊണ്ട് ഇരുന്നപ്പോൾ അതിന് മിഴാവ് കൊട്ടിക്കൊണ്ടിരുന്ന കുഞ്ചൻ നമ്പ്യാർ ഉറങ്ങിപ്പോയപ്പോൾ ചാക്യാർ കണക്കറ്റ് പരിഹസിച്ചപ്പോൾ പിറ്റേ ദിവസം ചാക്യാരെ മാറ്റി നിർത്തി തുള്ളൽ അവതരിപ്പിച്ചു കുഞ്ചൻ നമ്പ്യാർ എന്നാണ് പറയുന്നത്. അതാണ് ഇത് തമ്മിലുള്ള ബന്ധം ഞാൻ പറയാൻ കാരണം. അപ്പോൾ ചാക്യാർ കൂത്തിനെ പോലും വെല്ലുന്ന തരത്തിൽ, അതിനെപ്പോലും വിജയിക്കുന്ന തരത്തിലുള്ള പരിഹാസവും ഹാസ്യവും നമുക്ക് തുള്ളൽ കൃതികളിൽ കാണാം. ചാക്യാർ കൂത്തിനും അപ്പോൾ ശരിക്കും ചാക്യാർ കൂത്തിന് മിഴാവ് കൊട്ടുകയായിരുന്ന നമ്പ്യാർക്ക് ആളുകളെ രസിപ്പിക്കാൻ എന്തെല്ലാം വേണമെന്ന് നന്നായി അറിയാമായിരുന്നല്ലോ. ആ അറിവ് തുള്ളലിൽ പ്രയോഗിച്ചു. പരിചിതമായ വിഷയവും ലളിതമായ ഭാഷയും സന്ദർഭോചിതമായ ഫലിതവും കൂത്തിൽ നിന്നൊക്കെ അനുകരിച്ചവയാണെങ്കിലും കൂത്തിനേക്കാൾ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിൽ അവതരിപ്പിക്കുകയാണ് നമ്പ്യാർ തുള്ളലിലൂടെ ചെയ്തത്. കിളിപ്പാട്ടിൻ്റെ ഗാനാത്മകതയും കഥകളിലെ വേഷവും വാദ്യവും തുള്ളലിൽ എത്തിച്ചേർന്നപ്പോൾ ശരിക്കും നമ്പ്യാർ ഈ തുള്ളൽ എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഒന്നും കൂടി മികവുറ്റതാക്കി തീർത്തു. കൂത്ത് പണ്ഡിതന്മാർക്ക് വേണ്ടിയുള്ളതാണ് എങ്കിൽ തുള്ളൽ സാധാരണക്കാർക്ക് വേണ്ടിയുള്ളതാണ്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. കൂത്ത് പണ്ഡിതന്മാർക്ക് വേണ്ടി നടത്തപ്പെടുന്ന ഒരു കലാരൂപമാണ്. പണ്ഡിതരുടെ മുമ്പിൽ പണ്ഡിതന്മാരുടെ മുൻപിൽ അവതരിപ്പിക്കപ്പെടുന്ന ഒരു കലാരൂപമാണ് എങ്കിൽ തുള്ളൽ സാധാരണക്കാരായ ജനങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കപ്പെടുന്ന ഒരു കലാരൂപമാണ്. വീണ്ടും തുള്ളലിന് വളരെ പ്രസക്തിയുണ്ട്. നമ്പ്യാരുടെ കാലത്ത് സാധാരണക്കാർക്ക് വേണ്ടി ഒരു കാവ്യാസരണിയൊന്നും ഉണ്ടായിരുന്നില്ല. സാധാരണക്കാർക്ക് ഒരു വിവരവുമില്ലാത്തൊരു, അല്ലെങ്കിൽ അവർക്ക് ഒന്നും ലഭിക്കാത്തൊരു കാലഘട്ടമായിരുന്നു. കിളിപ്പാട്ടും കഥകളിയും കൂത്തുമെല്ലാം സമൂഹത്തിലെ ഉന്നത കുലജാതർക്ക് വേണ്ടി എഴുതപ്പെട്ടതായി മാറി. സാധാരണ ജനങ്ങൾക്ക് ഒരു ഉത്തമ സാഹിത്യരൂപം ആവശ്യമായിരുന്നു. അതും വെറും വിനോദം മാത്രമായിട്ട് പോരാ, അതിനകത്ത് വിജ്ഞാനം ഉണ്ടായിരിക്കണം. എല്ലാവരെയും ആകർഷിക്കുകയും വേണം. ഇത്തരം ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനാണ് തുള്ളൽ കൃതികൾ ശ്രമിച്ചത്. സാധാരണ ജനങ്ങളെ രസിപ്പിക്കുവാനും രസത്തിൽ കൂടി അവരിൽ ധർമ്മബോധം, ഞങ്ങൾ സമൂഹത്തിൽ ജീവിക്കുന്ന ധർമ്മബോധം എന്തൊക്കെയാണ് ഒക്കെ, അല്ലെങ്കിൽ ധർമ്മബോധം കൂടി ലഭിക്കുവാൻ ഈ തുള്ളൽ പ്രസ്ഥാനത്തിലൂടെ കഴിഞ്ഞു. സദ്വൃത്തരായി തീരുക, നല്ലതിന് വേണ്ടി ജീവിക്കുക, ഇതൊക്കെയാണ് തുള്ളൽ പ്രസ്ഥാനത്തിലൂടെ നമ്പ്യാർ സമൂഹത്തിന് മുൻപിൽ വെച്ചത്. തൻ്റെ ചുറ്റുപാടുമുള്ള, താൻ ജീവിക്കുന്നതിന് ചുറ്റുമുള്ള ജീവിതവും ജീവിതത്തിലെ വൈകൃതങ്ങളും അദ്ദേഹം പുരാണ കഥകളൊക്കെയായി ചേർത്ത് അവതരിപ്പിച്ചപ്പോൾ ജനങ്ങൾക്കിടയിൽ ഒരു ധർമ്മബോധമുണ്ടായി, അതിനോടൊപ്പം ഒരു വിജ്ഞാനമുണ്ടായി എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ആളുകളെ പൊട്ടിച്ചിരിപ്പിക്കുന്ന ഫലിതവും അവരെ കർത്തവ്യനിരതരാക്കുന്ന പരിഹാസവും, അങ്ങനെ ശരിക്കും അവരുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന തത്വചിന്തകളും ഒക്കെ വളരെ ലളിതമായ ഭാഷയിലൂടെ ആധ്യാത്മികവും ലൗകികവുമായ പുരാണ കഥകളും ഒക്കെ ഉൾച്ചേർത്ത് പറഞ്ഞപ്പോൾ അത് തുള്ളലിന് മികവുള്ളതായി അല്ലെങ്കിൽ തുള്ളൽ എന്ന പ്രസ്ഥാനത്തെ വിജയത്തിലേക്ക് എത്തിക്കാൻ സഹായിച്ചു.
ജനസമൂഹത്തിൽ കണ്ട പൊരുത്തക്കേടുകളെയും ദുരാചാരങ്ങളെയും സാൻമാർഗിക അധപ്പതനത്തെയൊക്കെ നമ്പ്യാർ വിമർശിക്കുന്നത് നമുക്ക് കാണാം. ഏത് കാര്യവും വർണ്ണിക്കുമ്പോഴും അതിനുള്ളിലെ പൊരുത്തക്കേടും വൈകൃതങ്ങളും സൂക്ഷ്മമായി ഗ്രഹിച്ച് ഹാസ്യാത്മകമായി പ്രകാശിപ്പിക്കുന്നതിൽ ഈ തുള്ളൽ പ്രസ്ഥാനക്കാരൻ്റെ സാമർത്ഥ്യം എടുത്തു പറയേണ്ടത് തന്നെയാണ്. നമ്പ്യാരുടെ പരിഹാസം തികച്ചും പ്രസന്നമായ ഒന്നാണ്. നായന്മാരുടെ ഭീരുത്വവും പട്ടന്മാരുടെ ഭക്ഷണക്കൊതിയും നമ്പൂതിരിമാരുടെ സംബന്ധഭ്രാന്തും ശരിക്കും കണക്കിന് പരിഹസിച്ച ഒരു വ്യക്തിയാണ് ആര്? സാമൂഹിക പരിഷ്കർത്താവ് എന്ന നിലയിൽ ഖ്യാതിയൊക്കെ നേടിയ കുഞ്ചൻ നമ്പ്യാർ എന്ന് നമ്മൾ മനസ്സിലാക്കിയേ മതിയാവും. ഒന്നും കൂടെ പറയാം, നായന്മാരുടെ ഭീരുത്വം, പുരുഷന്മാരുടെ അല്ല പട്ടന്മാരുടെ ഭക്ഷണക്കൊതി, പട്ടന്മാരെന്ന് പറയുന്ന സമൂഹത്തിൻ്റെ ഭക്ഷണക്കൊതി, നമ്പൂതിരിമാരുടെ സംബന്ധ ഭ്രാന്ത്, ഇതൊക്കെ കണക്കിന് പരിഹസിച്ച ഒരു വ്യക്തി ഈ കുഞ്ചൻ നമ്പ്യാർ മാത്രമാണ്. അപ്പോൾ കൈരളിയുടെ പൊട്ടിച്ചിരിയായ കുഞ്ചൻ നമ്പ്യാർ, മലയാള ഭാഷയുടെ വളർത്തച്ഛനാണ് കുഞ്ചൻ നമ്പ്യാർ. ഏതൊക്കെ നിലകളിൽ അദ്ദേഹത്തെ നമ്മൾ പറഞ്ഞാലും അതൊക്കെ വാക്കുകൾക്കപ്പുറത്താണ് കുഞ്ചൻ നമ്പ്യാർ എന്ന് പറഞ്ഞ് ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.